ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വർക്ക് ഡി ബിയിലെ 3 MCBകൾ ട്രിപ്പാകുന്നു എന്ന് പറഞ്ഞ ഒരു കേസാണ്. ഒന്നാമത്തെ MCB ഇൻവെർട്ടറിൻ്റേതും, രണ്ടാമത്തേത് AC-യുടേതും, മൂന്നാമത്തെ MCB ഒരു റൂമിലേക്കുള്ള സർക്യൂട്ടുമായിരുന്നു. ആ റൂമിൽ പവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ റൂമിലുള്ള പ്രശ്നമാണെന്ന് നമ്മൾ ആദ്യമേ തീരുമാനിച്ചു. ബെഡ് കൺട്രോളിന് വേണ്ടി വെച്ചിരിക്കുന്ന സ്വിച്ച് ബോർഡുകൾ തേനീച്ച കൂട് കൂട്ടിയത് കൊണ്ട് തന്നെ അഴിക്കുന്നതിന് ഭയങ്കര പ്രയാസപ്പെട്ടാണ് നമ്മൾ അഴിച്ചെടുത്തത്. അപ്പോൾ ആ ഒരു സ്വിച്ച് ബോർഡിലായിരിക്കും എന്നാണ് നമ്മൾ കരുതിയത്. ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ തേനീച്ച കൂട് കൂട്ടിയതല്ലാതെ അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്ന് ബെഡ് കൺട്രോളിലേക്ക് പോകുന്ന പൈപ്പുകൾ ഗ്രൗണ്ട് ഫ്ലോറിങ്ങിലൂടെയാണ് കടത്തിവിട്ടിട്ടുള്ളത്. ഏകദേശം 10 വർഷം പഴക്കമുള്ളതാണ് ഈ വീട്. ഒരു രീതിയിലും ആ സ്വിച്ച് ബോർഡുകൾ രണ്ടാമതായിട്ട് ഉപയോഗത്തിൽ പെടുത്താൻ സാധിക്കാത്ത രീതിയിലായിരുന്നു തേനീച്ചകൾ കൂട്ടിൽ നിറച്ച് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പ്ലേറ്റും സ്വിച്ചസ് എല്ലാം റീപ്ലേസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. സ്ഥിരമായിട്ട് താമസം ഇല്ലാത്തതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തേനീച്ച കൂട് കൂട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇതിനു മുന്നും ഇതേ സ്വിച്ച് ബോർഡിൽ തേനീച്ച ഇതുപോലെ കൂട് കൂട്ടിയതായിട്ട് കസ്റ്റമർ പറഞ്ഞിരുന്നു. മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്ന് ബെഡ് കൺട്രോളിലേക്ക് 2 പൈപ്പുകളാണ് ഇട്ടിട്ടുള്ളത്. രണ്ടും 20 mm പൈപ്പുകളായിരുന്നു. അതിലൊരു പൈപ്പിൽ കൂടി മാത്രമായിട്ട് 2-വേ കൺട്രോൾ മാത്രമാണ് വലിച്ചിരുന്നത്. ആ പൈപ്പിനും അതുപോലെ തന്നെ ആ വയറുകൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുള്ള കോൺഡ്യൂട്ടിൽ നിന്ന് കേബിളുകൾ വലിച്ചെടുക്കാൻ വളരെ പ്രയാസമായിരുന്നു. ചില കേബിളുകൾ പൊട്ടിപ്പോയി അതിലൂടെ രണ്ടാമത് വയർ വലിക്കുന്നത് പ്രയാസകരമായിരുന്നു. അതുകൊണ്ട് തന്നെ 2-വേ സ്വിച്ച് കൺട്രോളിങ് ചെയ്തിട്ടുള്ള മറ്റ് പൈപ്പിലൂടെ തന്നെയാണ് നമ്മൾ സർക്യൂട്ട് വലിച്ചെടുത്തത്. വോൾ കട്ട് ചെയ്ത് പൈപ്പ് ഇടാനുള്ള സാഹചര്യം ഇല്ലാത്ത സമയങ്ങളിലാണ് നമ്മൾ ഫ്ലോറിൽ കൂടെ പൈപ്പ് ഇടാറുള്ളത്. ഫ്ലോറിങ്ങിലൂടെ പൈപ്പ് ഇടുമ്പോൾ ശരിയായിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്യുക. അതല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ റീവയർ ചെയ്യേണ്ടി വരും. നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞു. ശേഷം MCBകൾ ഓൺ ചെയ്തു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.